ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ ആദ്യത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ സീസൺ കാണാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് രണ്ടാമത്തെ സീസൺ അവർ ചെയ്തിരിക്കുന്നത്. സോൾ ലാൻഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ആനിമേഷനാണ് കൂടുതലായിട്ട് ഇഷ്ടമായത്. ആനിമേഷൻ നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ബാറ്റിൽ ത്രൂ ദ ഹെവൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സീസൺ ലൈവ് ആക്ഷൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് ആനിമേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ ക്ലൈമാക്സ് മാത്രമാണ് എനിക്ക് അല്പം ഇഷ്ടപ്പെടാതിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിന് വിപരീതമായിട്ട് രണ്ടാമത്തെ സീസൺ ആനിമേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ 2-3 എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. രണ്ടാമത്തെ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മുമ്പ് എന്താണ് സംഭവിച്ചതെന്നൊന്നും ഓർക്കാതെ അത് കേട്ടുകൊണ്ട് ബാക്കിയുള്ള എപ്പിസോഡുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുകയും മറ്റുള്ള എപ്പിസോഡുകൾ കാണുവാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു സീസണിൽ വ്യൂസ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ. അല്ല എങ്കിൽ സോൾ ലാൻഡിന്റെ ആനിമേഷൻ ആയിരിക്കും ഞാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ലെജൻഡ് ഓഫ് ഫെയ് എന്ന സീരീസ് ചെയ്യാനും ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നു. ഷിയോ യാണിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണത്. ഷിയോ ക്ലാനിലെ ജീനിയസ് ആയിട്ടുള്ളവൻ, ഷിയോ ക്ലാനിന്റെ ഭാവി എന്നൊക്കെയായിരുന്നു ഷിയോ യാണിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് അവന്റെ വളർച്ച സ്റ്റോപ്പ് ആവുകയായിരുന്നു. ഏകദേശം 3 വർഷക്കാലത്തേക്ക് അവന് പുരോഗതിയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എല്ലാവരെക്കാളും പുറകിലുമായി. അതിനിടയ്ക്ക് നളൻ ഗൺറാനുമായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നു. നളൻ ഗൺറാൻ വിവാഹത്തിൽ നിന്ന് ഒഴിയുന്നു. അത് ഷിയോ ക്ലാനെയും യാണിനെയും ശരിക്കും അപമാനിക്കുന്നത് പോലെയായിരുന്നു. ആ വഴക്ക് അവസാനിച്ചത് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റിലായിരുന്നു. അതിൽ വിജയിക്കുന്നവരെ തോക്കുന്നയാൾ അനുസരിക്കണം. 3 വർഷത്തിന് ശേഷമായിരുന്നു അത് വെച്ചത്. യാണിന്റെ മോതിരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വ്യക്തി കാരണമായിരുന്നു യാണിനെ മര്യാദക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കാതിരുന്നതും അവന്റെ ശക്തികളൊന്നും വർദ്ധിക്കാതിരുന്നതും. ഈ വ്യക്തി യാണിന്റെ ശക്തി ആർജിച്ചുകൊണ്ട് പവർഫുൾ ആയിട്ട് വരികയായിരുന്നു. കഴിഞ്ഞ സീസണിൽ മെഡിസിൻ എൽഡർ എന്നാണ് നമ്മൾ അയാളെ വിളിച്ചത്. യോച്ചൻ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. കോണ്ടിനെന്റിലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആൽക്കമിസ്റ്റ് ആയിരുന്നു അയാൾ. യാൺ പിന്നീട് അയാളുമായിട്ട് സൗഹൃദത്തിലാവുകയും അയാൾ ഒരുപാട് കാര്യങ്ങൾ യാണിനെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 3 വർഷത്തിന് ശേഷമുള്ള ആ ഫൈറ്റിൽ മിസ്റ്റി ക്ലൗഡ് സെക്റ്റിൽ വെച്ച് യാൺ നളൻ ഗൺറാനെ പരാജയപ്പെടുത്തുന്നത്. അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് നേതാക്കളെയും നേരിട്ട് പരാജയപ്പെടുത്തിയിരുന്നു. ശേഷം അക്കാദമിയിലേക്ക് ചേരുന്നതിന് വേണ്ടി അവൻ അക്കാദമിയിലേക്ക് വരുന്നു. കഴിഞ്ഞ സീസൺ കണ്ടിട്ടുള്ളവർ വിചാരിക്കും യാണിന് ഒരുപാട് പരിക്കുകൾ പറ്റിയതല്ലേ, എങ്ങനെ അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സീസൺ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. യാണിന് അതേപോലത്തെ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. അവൻ മിസ്റ്റി ക്ലൗഡ് സെക്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം നേരെ അക്കാദമിയിലേക്ക് വന്നു. മുമ്പത്തെ വർഷമായിരുന്നു അക്കാദമിയിൽ ചേരേണ്ടിയിരുന്നത്, അതും യൂണറിന്റെ കൂടെ. യൂണർ ഇപ്പോൾ ഉള്ളത് അക്കാദമിയിലാണ്. പിന്നെ കാണിക്കുന്നത് അക്കാദമിയിൽ ഒരാൾ അതിക്രമിച്ച് കയറുന്നതാണ്. അയാളെ ആർക്കും പരാജയപ്പെടുത്താനാകുന്നില്ല. അത് കണ്ടു കഴിയുമ്പോൾ യൂണറും ആക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നു. യൂണറിനെ കണ്ടു കഴിയുമ്പോൾ അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. യൂണർ ആകട്ടെ വിടാതെ പിന്തുടരുന്നു. ഇവിടെ വെച്ച് ഹൂജിയ എന്ന് പേരുള്ള ഒരു സ്റ്റുഡന്റിനെ കാണിക്കുന്നുണ്ട്. അവിടുത്തെ ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഹൂജിയ അങ്ങോട്ട് വന്നത്. നടന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഹൂജിയ വൂഹാവോ എന്നൊരാളെ വിവരം അറിയിക്കാൻ പറയുന്നു. യൂണറിനെ നോക്കുകയാണെങ്കിൽ യാണിന്റെ അടുത്തെത്തി അവനൊരു ചവിട്ട് കൊടുക്കുന്നു. എന്നാൽ പിന്നീട് ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ അവൻ അവന്റെ മുഖം വെളിപ്പെടുത്തി. അത് യാണാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് യൂണർ അല്പം ഇമോഷണൽ ഒക്കെ ആകുന്നു. അതിനുശേഷം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് നടന്ന സംഭവങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. യാൺ അപ്പോൾ ആൽക്കമിസ്റ്റിന്റെ ടെസ്റ്റുകളിൽ വിജയിച്ചതിനെ കുറിച്ചും നളൻ ഗൺറാനെ പരാജയപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ പറയുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ യൂണർ പറയുകയാണ്, ഒറ്റയ്ക്കാണ് ഒരു സെക്റ്റിനെ മുഴുവനും നീ നേരിട്ടത്. അവിടുത്തെ വലിയ ആളുകളെ പരാജയപ്പെടുത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. യൂണർ അതൊക്കെ അറിഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ യാൺ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട യൂണർ അല്ല ഈ സീസണിൽ ഉള്ളത് എന്ന് പ്രത്യേകം ഓർക്കണം. ആനിമേഷനിൽ എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ കണ്ടതുപോലെയല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് യൂണറിനുള്ളത്. ആരും ആ ക്ലാനിനെ കുറിച്ചൊന്നും പറയാൻ പോലും പേടിക്കും. അതിനുശേഷം യൂണർ യാണിനോട് ഇപ്പോ അവിടെ നിന്ന് പോകാൻ പറയുന്നു. കാരണം ഇപ്പോ നടന്ന കാര്യങ്ങൾ എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ശേഷം യൂണർ മടങ്ങി ചെന്ന് ഹൂജിയായോടും മറ്റുള്ളവരോടും അവനെ പിടിക്കാനായില്ല, അവൻ പേടിച്ച് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. യാണാകട്ടെ അതിനുശേഷം മെഡിസിൻ എൽഡറിനോട് സംസാരിക്കുന്നു. യൂണറിനോട് അധികം സംസാരിക്കാൻ സാധിക്കാത്തതിനെ കുറിച്ച് ആകുലപ്പെട്ടാണ് അവൻ സംസാരിക്കുന്നത്. ഏകദേശം 2 വർഷത്തിനടുത്തായി യൂണറിനെ കണ്ടിട്ട്. എന്നാൽ മെഡിസിൻ എൽഡർ അവനോട് പറയുന്നത് അവിടെയുള്ള ഒരു ടവറിൽ പ്രവേശിച്ച് അതിന്റെ ഉള്ളിലുള്ള
നിന്നുള്ള നിധി എടുക്കുവാനാണ്. യൂണറിനെ കുറിച്ചൊക്കെ ഓർത്ത് ആകുലപ്പെടാതെ അതിൽ ഫോക്കസ് ചെയ്യാനാണ് മെഡിസിൻ എൽഡർ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, ആ സാമ്രാജ്യത്തിലെ അല്ല, ലോകത്തിലെ തന്നെ നമ്പർ 1 അക്കാദമിയാണ് ജിയാനാൻ അക്കാദമി. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ടാലന്റഡ് ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സ് ആണ്. എങ്ങനെ ജിയാനാൻ അക്കാദമിയിൽ ടാലന്റഡ് ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സ് ഉണ്ടാകുന്നു? അതിനുള്ള ഉത്തരമുള്ളത് ആ ടവറിന്റെ ഉള്ളിലാണ്. അതിന്റെ ഉള്ളിലുള്ള നിധി നീ എടുക്കുകയാണെങ്കിൽ മിസ്റ്റിക് ക്ലൗഡ് സെക്ടിന് പോലും നിന്നെ തൊടാനാകില്ല. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മെഡിസിൻ എൽഡർ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു രാത്രിയിൽ രഹസ്യമായിട്ട് യാൺ അവിടെ അതിക്രമിച്ച് കയറിയത്, ആ ടവറിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി. യാൺ അപ്പോൾ മെഡിസിൻ എൽഡറിനോട് എന്ന പോലെ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, അക്കാദമിയിൽ പ്രവേശിക്കുന്നതിന് തന്നെ ഒരു മത്സരമുണ്ട്, അതിലെങ്ങനെ വിജയിക്കും എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും മെഡിസിൻ എൽഡർ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. പിന്നെ ഹൂജിയയുടെ അടുത്ത് സംസാരിക്കുന്ന യൂണറിനെ കാണിക്കുന്നു. യൂണർ പറയുന്നത് ഇന്ന് വന്നത് മിക്കവാറും യാൺ ആയിരിക്കും എന്നാണ്. അവൾക്കറിയാം അത് യാൺ തന്നെയാണെന്ന്, പക്ഷെ ഒരു ഊഹം പോലെയാണ് പറയുന്നത്. 2 വർഷത്തിന് ശേഷം യാൺ ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഹൂജിയ ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും യൂണർ ഹൂജിയക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഷിയോ ക്ലാനിൽ വളരുന്നതിന് വേണ്ടി ചെറുപ്പത്തിലെ അവളുടെ ഫാദർ ഷിയോ ക്ലാനിലേക്ക് അവളെ വിടുകയായിരുന്നു. വൂത്താൻ സിറ്റിയിലായിരുന്നു ഷിയോ ക്ലാൻ ഉണ്ടായിരുന്നത്. അവർ വളരെ നല്ല രീതിയിലായിരുന്നു യൂണറിനെ നോക്കിയിരുന്നത്, പ്രത്യേകിച്ച് യാൺ. പക്ഷേ പ്രതീക്ഷിക്കാതെ ആയിരുന്നു യാണിന്റെ ജീവിതത്തിൽ ദുരന്തം സംഭവിച്ചത്. അവൻ എത്രയൊക്കെ കൾട്ടിവേഷൻ ചെയ്തിട്ടും പുരോഗതി ഉണ്ടായില്ല. എല്ലാവരും അവനെ വേസ്റ്റ് എന്ന് വിളിച്ചു. പക്ഷേ ഇപ്പോൾ അവൻ എല്ലാത്തിനെയും അതിജീവിച്ചിരിക്കുന്നു. എന്റെ കൂടെ അവൻ ഇവിടെ വരേണ്ടതായിരുന്നു, പക്ഷേ നളൻ യന്ത്രാനുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, അതിലും അവൻ പാസ് ആയിരിക്കുന്നു. ആ സ്റ്റോറിയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഹൂജിയയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമാകുന്നു. പിന്നെ കാണിക്കുന്നത് യാൺ അടുത്ത ദിവസം ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് ഗ്രാൻഡ് കോമ്പറ്റീഷന് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ആ സ്റ്റുഡന്റ് പറയുകയാണ്, നിന്നിവിടെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ, അക്കാദമിയിലുള്ളവർക്ക് മാത്രമേ ഗ്രാൻഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാവുകയുള്ളൂ. ഇനി നീ ഇവിടെ ഉള്ളതാണെന്ന് തന്നെ കരുതൂ. പവർഫുള്ളും സ്ട്രോങ്ങുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഗ്രാൻഡ് കോമ്പറ്റീഷന് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. പിന്നെയാണോ നീ? യാൺ അപ്പോൾ അഹങ്കാരത്തോടെ അവരെയൊക്കെ നേരിട്ട് പരാജയപ്പെടുത്തിയാൽ എനിക്കതിൽ പങ്കെടുക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ബായ്ഷാൻ അങ്ങോട്ട് വരുന്നു. കഴിഞ്ഞ സീസണിലും ബായ്ഷാനെ നമ്മൾ കണ്ടതാണ്, ഈ സീസണിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണാവോ ബായ്ഷാനെ അവതരിപ്പിക്കാൻ പോകുന്നത്? ബായ്ഷാൻ അവിടുത്തെ വലിയ ഫൈറ്റർ ആണെന്നാണ് തോന്നുന്നത്. വലിയ കാര്യത്തിലാണ് ബായ്ഷാനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത്. യാണിന്റെ സംസാരം ഒക്കെ കേട്ട് കഴിയുമ്പോൾ യാണിന് ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ബായ്ഷാൻ തീരുമാനിക്കുന്നു. അതിന്റെ പേരിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവിടുത്തെ മാസ്റ്റേഴ്സും എല്ലാവരും വരികയാണ്. അതിൽ എൽഡറിന്റെ പേര് വൂഹാവോയ് എന്നും ഹെഡ് മാസ്റ്ററിന്റെ പേര് സുയിക്കിയാൻ എന്നുമായിരുന്നു. നമുക്ക് കിയാൻ എന്ന് വിളിക്കാം. ബായ്ഷാൻ നടന്ന കാര്യങ്ങളൊക്കെ മാസ്റ്റേഴ്സിനോട് പറയുന്നു. അഹങ്കാരമുള്ള അവന് ഒരു പാഠം പഠിപ്പിക്കാനാണ് പ്രൈവറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് അവൻ പറയുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ അവിടെ അലൗഡ് അല്ലായിരുന്നു. അത് കേട്ട് കഴിയുമ്പോൾ എൽഡർ ഹാവോ പറയുന്നത് യാൻ വളരെ വൈകിയാണ് അക്കാദമിയിൽ ചേർന്നത്, അവൻ അതിൽ പങ്കെടുക്കാനാകില്ല എന്നാണ്. അപ്പോൾ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്ന യൂണർ യാണിന് വേണ്ടി വാദിക്കുന്നു. ഫാമിലിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവൻ വൈകിയതെന്ന് പറയുന്നു. കൂടാതെ അക്കാദമി ഓപ്പൺ മൈൻഡഡ് ആണ്, പവർഫുൾ ആയിട്ടുള്ള ആരെയും തഴയാറില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഹെഡ് മാസ്റ്റർ കിയാൻ തന്നെ അവന് വേണ്ടി ഒരു ടെസ്റ്റ് അറേഞ്ച് ചെയ്യുന്നു. അതിൽ വിജയിക്കുകയാണെങ്കിൽ അവന് ഗ്രാൻഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. കുറെ സ്റ്റുഡൻസിനെതിരെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതായിരുന്നു ആ ടെസ്റ്റിൽ ഒരെണ്ണം. ആദ്യമൊക്കെ അവന് നല്ല ഇടി കിട്ടുന്നത് കണ്ടപ്പോൾ ബായ്ഷാൻ യൂണറിനോട് പറയുകയാണ്, ഇവൻ നിന്നെ നാണം കെടുത്തുകയാണല്ലോ. എന്നാൽ അത് കഴിഞ്ഞിട്ടായിരുന്നു യാൺ ഇടിച്ചു തുടങ്ങിയത്. ഒറ്റ ഇടിയിൽ തന്നെ എല്ലാവരെയും ഇടിച്ചു തെറിപ്പിച്ച് അവൻ വീഴ്ത്തി. അത് കണ്ട് യൂണറിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് ആകട്ടെ ആൽക്കമിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഹൂജിയ ആയിരുന്നു അവന്റെ എതിരാളി. എന്നാൽ അല്പം കഴിഞ്ഞപ്പോഴേക്കും ഹൂജിയയുടെ പോട്ട് പൊട്ടിത്തെറിക്കുകയും അവൾ പരാജയപ്പെടുകയും ചെയ്തു. അവസാന ടെസ്റ്റ് ആകട്ടെ ഒരു മാസ്റ്ററിനെ ഇടിക്കുക എന്നതായിരുന്നു. യാൺ ആദ്യം അത് മടിച്ചു നിന്നതായിരുന്നു. എന്നാൽ ആ മാസ്റ്റർ കരുതിയിരുന്നില്ല യാൺ അത്രക്ക് സ്ട്രോങ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇടിച്ചോളൂ, അതിന്റെ പേരിലായിരിക്കും അവന് വിലയിരുത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. യാൺ ആകട്ടെ അവന്റെ മുഴുവനും ശക്തിയും എടുത്ത് മാസ്റ്ററിന്റെ വയറിന്റെ അടുത്തു വരെയും എത്തിയുള്ളൂ. നല്ല പ്രഹരം തന്നെയായിരുന്നു മാസ്റ്ററിന് കിട്ടിയത്. ആ മാസ്റ്റർ വേദനയാൽ പൊളയുന്നു. യാണിനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഗ്രാൻഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള അനുമതി മാത്രമല്ല, ജിയാനാൻ അക്കാദമിയിലെ ഒരു സ്റ്റുഡന്റ് ആയിട്ടും അവനെ കരുതുകയും ചെയ്തു. എന്നാൽ ബായ്ഷാനും ചില സ്റ്റുഡൻസും ഗ്രാൻഡ് കോമ്പറ്റീഷനിൽ യാൺ പങ്കെടുക്കുന്നതിന് എതിരെ സംസാരിക്കുന്നു. ടെസ്റ്റുകളിൽ പാസ്സായെങ്കിലും അവിടെ പഠിക്കുന്നവർക്ക് മാത്രമേ ഗ്രാൻഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സ് പറയുന്നത്
കഴിവുള്ളവരെ ആരെയും ജിയാൻ അക്കാദമിക്ക് തടയാൻ സാധിക്കില്ല എന്നാണ്. പിന്നെ യൂണർ യാണിന് അവിടുത്തെ യൂണിഫോം കൊണ്ടുവന്ന് കൊടുക്കുന്നതും അതിനുശേഷം യൂണറിന്റെ കൂടെ പറന്ന് അക്കാദമി മുഴുവനും കാണുന്നതായിട്ടും കാണിക്കുന്നു. പിന്നെ ഗ്രാൻഡ് കോമ്പറ്റീഷന്റെ റൂൾസിനെ കുറിച്ച് മാസ്റ്റർ ക്യുയാൻ പറയുന്നതായിട്ട് കാണിക്കുന്നു. അതിൽ വിജയിച്ച് ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ടവറിൽ പ്രവേശനം ലഭിക്കും. ടവറിൽ കയറി കഴിഞ്ഞാൽ അവരുടെ കഴിവിനനുസരിച്ച് പെട്ടെന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാവുന്നതാണ്. 2 റൗണ്ടുകളായിട്ടായിരിക്കും മത്സരം നടക്കുക. ആദ്യ റൗണ്ടിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഫൈനലിലേക്ക് പ്രവേശിക്കും. പിന്നെ രാത്രി ആ ടവറിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് മോതിരത്തിന്റെ ഉള്ളിൽ കയറി യാൻ ഇക്കാര്യങ്ങളെല്ലാം മെഡിസിൻ എൽഡറിനോട് പറയുന്നതാണ് കാണിക്കുന്നത്. ശേഷം ആ ടവറിന്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിക്കുന്നു. മെഡിസിൻ എൽഡർ അപ്പോൾ പറയുന്നത് നീ തന്നെ കയറി കാണാനാണ്. യാൻ അപ്പോൾ മെഡിസിൻ എൽഡറിനോടും കൂടെ വന്നൂടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ മെഡിസിൻ എൽഡർ യാണിന് നല്ല അടി കൊടുക്കുന്നുണ്ട്. കാരണം മെഡിസിൻ എൽഡർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് മെഡിസിൻ എൽഡറിന്റെ നിലനിൽപ്പിന് തന്നെ ദോഷകരമായിട്ട് ബാധിക്കും. യാൻ അപ്പോൾ ദേഷ്യത്തോടെ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഗ്രാൻഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു. മെഡിസിൻ എൽഡർ അപ്പോൾ പറയുകയാണ്, ക്ലൗഡ് മിസ്റ്റി സെക്ടിനെയാണ് നീ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ മാസ്റ്റർ യുൻഷാൻ പറഞ്ഞത് എന്താണെന്ന് നീ ഓർക്കുന്നുണ്ടോ? ഷിയോ ക്ലാനെ മുഴുവനായിട്ടും ഇല്ലാതാക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. അത് കേട്ട് കഴിയുമ്പോൾ യാൻ തീരുമാനമൊക്കെ മാറ്റുന്നു. എങ്കിലും വീണ്ടും അവൻ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഡിസിൻ എൽഡർ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അവസാനം പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ ഉള്ളിലുള്ളത് വേറൊന്നുമല്ല, ഹെവൻലി ഫ്ലെയിംസിൽ 14ാമത്തെ റാങ്കിലുള്ള ഫോളൻ ഹാർട്ട് ഫ്ലെയിം ആണ് അതിന്റെ ഉള്ളിലുള്ളത്. അത് കാരണമാണ് എല്ലാവരുടെയും ശക്തി പെട്ടെന്ന് വർദ്ധിക്കുന്നത്. യാണിന്റെ കയ്യിൽ വേറെ ഫ്ലെയിംസുകളും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഫ്ലെയിമും അബ്സോർബ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് സംശയത്തോടെ യാൻ ചോദിക്കുന്നത്. മെഡിസിൻ എൽഡർ പറയുകയാണ്, ഞാൻ നിന്നെ പിന്നെ എന്തിനാണ് ഫ്ലെയിം മന്ത്ര പഠിപ്പിച്ചത്? ഫ്ലെയിം മന്ത്രം ഉപയോഗിച്ച് അവന് ഈ ലോകത്തുള്ള എല്ലാ ഫ്ലെയിംസിനെയും അബ്സോർബ് ചെയ്യാം. 23 ഹെവൻലി ഫ്ലെയിംസ് ഉണ്ടെന്നാണ് റെക്കോർഡുകൾ പറയുന്നത്. ഫ്ലെയിം മന്ത്രം ഉപയോഗിച്ച് അതിനെ എല്ലാത്തിനെയും കീഴടക്കാം. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ അത് സ്വന്തമാക്കുമെന്ന് അവൻ ഉറച്ച തീരുമാനമെടുക്കുന്നു. പിന്നെ യൂണറിന്റെ കൂടെ കഠിനമായിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. യൂണർ അപ്പോൾ അവന്റെ എതിരാളികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും 2 ആളുകളെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഹൂജിയെയും ബായ്ഷാനെയും. ഹൂജിയ ഒരു ചാട്ടവാറാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അടി കൊള്ളുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നീ മരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുറിവേൽക്കും. ഹൂജിയനേക്കാളും പവർഫുള്ള് ബായ്ഷാൻ ആണ്. ബായ്ഷാന്റെ സ്ട്രെങ്ത് ആണ് എടുത്തു പറയേണ്ടത്. അവനൊരു സ്റ്റിക്ക് പോലത്തെ ആയുധമാണ് ഉപയോഗിക്കാറുള്ളത്. അക്കാദമിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് കണക്കാക്കുന്നത് ബായ്ഷാനെയാണ്. യാൻ അത് കേട്ട് പറയുകയാണ്, ഒരാളെ മിസ് ചെയ്തല്ലോ. ആരാണെന്ന് ഓർത്ത് യൂണർ അതിശയിച്ചു നിൽക്കുമ്പോൾ യാൻ പറയുകയാണ്, വേറെ ആരുമല്ല, നീ തന്നെ. ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് നീയാണ് എന്ന് എനിക്കറിയാം. ഇവിടുത്തെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സ്റ്റുഡന്റ് നീ തന്നെയാണ്. അത് കേട്ട് യൂണർ ഒന്ന് ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ വീണ്ടും മോതിരത്തിന്റെ ഉള്ളിൽ കയറി യാൻ മെഡിസിൻ എൽഡറിനോട് സംസാരിക്കുന്നതാണ്. മെഡിസിൻ എൽഡർ പറയുന്നത് ഹെവൻലി ഫ്ലെയിംസിനെ എല്ലാത്തിനെയും സക്സസ്ഫുൾ ആയിട്ട് കീഴടക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ്. അത് വളരെ റിസ്ക് ആണ്, ജീവൻ പണയം വെക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ യാൻ പറയുകയാണ്, നോ പെയിൻ നോ ഗെയിൻ. എനിക്കതൊക്കെ സഹിക്കാനാകും, വേദനയില്ലാതെ ഒന്നും നേടാനാകില്ല. ഞാൻ കീഴടക്കിയ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം തന്നെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് കാണിക്കാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ അവൻ അതിൽ പരാജയപ്പെടുകയാണ്. എന്താണ് അവന് കാരണം എന്ന് മനസ്സിലാകുന്നില്ല. മെഡിസിൻ എൽഡർ ആണ് അപ്പോൾ കാരണം പറയുന്നത്. അവന്റെ ശക്തി അടുത്ത ലെവലിലേക്ക് വർദ്ധിക്കാൻ പോവുകയാണ്. എന്നാൽ ഉടനെ തന്നെ ബ്രേക്ക് ത്രൂ ഉണ്ടാകില്ല. അത് ചിലപ്പോൾ നാളെ ആയിരിക്കാം, 1 മാസത്തിന് ശേഷമായിരിക്കാം, 1 മാസത്തിനുള്ളിലായിരിക്കാം. യാൻ അപ്പോൾ പറയുകയാണ്, ഗ്രാൻഡ് കോമ്പറ്റീഷൻ വരികയാണല്ലോ, ഗ്രാൻഡ് കോമ്പറ്റീഷൻ മാറ്റി വെക്കാനാകില്ല. ഇതിനെ നേരിടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? മെഡിസിൻ എൽഡർ അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം അവൻ കണ്ണു തുറന്നു കഴിയുമ്പോൾ മുമ്പിൽ ഇതാ യൂണർ നിൽക്കുന്നു. യൂണർ അവനെ വിളിച്ചുകൊണ്ടുപോയി അവന് പ്രിയപ്പെട്ട ഭക്ഷണ വിഭവങ്ങളൊക്കെ കൊടുക്കുന്നു. ശേഷം ക്ലൗഡ് മിസ്റ്റ് സെക്ടിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അവർ യാണിനെ തേടി വരികയാണെങ്കിൽ ആദ്യം അവളെ നേരിടണം എന്നൊക്കെ യൂണർ പറയുന്നു. യാൻ അപ്പോൾ പറയുന്നത്, നീ എന്നെക്കാളും പവർഫുൾ ആണെങ്കിലും ഞാനൊരു ബോയ് ആണ്, ഞാനാണ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നു. യൂണർ അപ്പോൾ അവളുടെ ശക്തി അവനെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നു. ആദ്യത്തെ ദിവസം അവളെ കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായി എന്ന് യാൻ പറയുന്നു. യാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൂജിയ വാതിൽ മുട്ടുന്നു. ഉടനെ തന്നെ യാൻ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഹൂജിയ അകത്തേക്ക് കയറി കഴിയുമ്പോഴാകട്ടെ, എന്താണ് നിനക്ക് വാതിൽ തുറക്കാൻ ഒരു പ്രയാസം എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ആരോ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ കാണുന്നത്. നീ ഇവിടെ ആരെയെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ഹൂജിയ ചോദിക്കുന്നു. യൂണർ അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ കഴിക്കാൻ പറയുന്നു. എന്നാൽ ഒരെണ്ണം മാത്രമേ അതിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. യാണാകട്ടെ അതുവഴി നൈസായിട്ട് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നു. എന്നാൽ ഹൂജിയ അത് കൈയോടെ പൊക്കുകയാണ്. അതിനുശേഷം അവരുടെ ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ സഹോദരന്മാരാണ് എന്നാണ് അപ്പോൾ അവർ പറയുന്നത്. അതിനുശേഷം വിഷയം മാറ്റുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന അവശേഷിച്ച ഭക്ഷണവും യാൻ ഹൂജിയയ്ക്ക് കൊടുക്കാതെ എടുത്തു കഴിക്കുന്നു. ഹൂജി അപ്പോൾ അത് എനിക്കുള്ളതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുന്നു. പിന്നെ അടുത്ത ദിവസം കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ്
മുമ്പ് ഹൂജിയ ബായിഷാനോട് പറയുകയാണ് യാണിനെ പരാജയപ്പെടുത്തണം, അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ബായിഷാൻ വിജയിക്കുമെന്നാണ് ഹൂജിയ കരുതുന്നത്. എന്നാൽ അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ സംസാരിക്കുന്നത് യാണിനെ കുറിച്ചാണ്. യാണിന്റെ ഫൈറ്റ് അവർ കണ്ടു കഴിഞ്ഞത് കൊണ്ട് തന്നെ അവർ പറയുന്നത് യാണിന് നല്ല ഫൈറ്റിംഗ് സ്കിൽ ഉണ്ട്, യാണായിരിക്കും ഇപ്രാവശ്യം വിജയിക്കാൻ പോകുന്നത്, ബായിഷാൻ ഓൾഡ് ടെക്നിക്കുമായിട്ടാണ് നടക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ ബായിഷാനെ കണ്ടു കഴിയുമ്പോൾ അവർ പേടിച്ച് ബായിഷാൻ ആയിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ബായിഷാൻ ആകട്ടെ അതിനുശേഷം ഹൂജിയയോടും കൂടെയുള്ള വ്യക്തിയോടും പറയുകയാണ് എന്തായാലും ഞാൻ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. എന്നാൽ ഹൂജിയ പറയുകയാണ് യാണിപ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കത് തടയണം. നമ്മുടെ അതേ ലെവല് തന്നെയാണ് അവനുള്ളത്, പക്ഷെ വ്യക്തമായിട്ടൊരു പ്ലാനോട് കൂടി വേണം അവനെ നേരിടാൻ. കോമ്പറ്റീഷന്റെ റൂൾസും നമ്മൾ മുതലെടുക്കും, നമ്മൾ ഒരേ ടീമായിട്ട് അവനെതിരെ ഫൈറ്റ് ചെയ്യും. എന്നാൽ ബായിഷാനും മറ്റേ കൂട്ടുകാരനും അതിന് സമ്മതിക്കുന്നില്ല. ഒറ്റയ്ക്ക് നേരിട്ട് യാണിനെ പരാജയപ്പെടുത്തണമെന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ഹൂജിയായും ബായിഷാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ബായിഷാൻ അടുത്ത ലെവലിലേക്ക് എത്താനാണ് കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിർബന്ധപൂർവ്വം അത് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ വലിയ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ അവനെ ഏൽക്കേണ്ടി വരുന്നു. ഷോക്കേറ്റ് അവന്റെ അവസ്ഥ കണ്ട് ഹൂജിയയ്ക്ക് ചിരി അടക്കാനാകുന്നില്ല. ബായിഷാൻ ആണെങ്കിലും കൂടുതലായിട്ട് ഒന്നും പറയാനായില്ല. അവൻ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഹൂജിയ അപ്പോൾ പറയുന്നുണ്ട് കൾട്ടിവേഷൻ ഒക്കെ സമയമെടുക്കും, നിർബന്ധപൂർവ്വം അത് നിനക്ക് ചെയ്യാനാകില്ല എന്നൊക്കെ. അതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണോ എന്നറിയില്ല, ബായിഷാൻ ഇപ്രാവശ്യം നിരോധിക്കപ്പെട്ട ഒരു ഗുളിക കഴിച്ച് പവർഫുൾ ആകാൻ ശ്രമിക്കുന്നു. ആ ഗുളികയ്ക്ക് വേണ്ടി കുറച്ച് സ്റ്റുഡൻസിനെ അവൻ സമീപിക്കുന്നു. അവർ ആൽക്കമി ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് എന്നാണ് തോന്നുന്നത്. എന്നാൽ ആ സ്റ്റുഡൻസ് ആരും തന്നെ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ അക്കാദമിയിൽ നിന്ന് തന്നെ പുറത്താക്കും. അത് നിരോധിക്കപ്പെട്ട ഒരു പില്ലായിരുന്നു. എന്നാൽ ഒരു സ്റ്റുഡന്റ് മാത്രം പോകാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് മറ്റൊരു മാർഗമുണ്ട് എന്ന് പറയുന്നു. അക്കാദമിയുടെ ഉള്ളിൽ നിന്ന് ആരും ആ പില്ല് ബായിഷാന് കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ അക്കാദമിയുടെ പുറത്ത് ആ പില്ല് കിട്ടും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരിട്ട് ചെന്ന് വാങ്ങണം. പിന്നെ രാത്രിയിൽ വളരെ രഹസ്യമായിട്ട് ശബ്ദം കുറച്ചൊക്കെ സംസാരിച്ച് ബായിഷാൻ ആ പില്ല് വാങ്ങിയെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. കുറെ കോഡുകളൊക്കെ പറയുന്നുണ്ട്. കോഡ് ഭാഷയിലായിരുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ടത്. കറുത്ത പുക പുറപ്പെടുവിക്കുന്ന മുഖമൊന്നും കാണിക്കാത്ത തരത്തിലുള്ള 2 ആളുകൾ വന്നായിരുന്നു അവന് ഗുളിക കൊടുത്തത്. ഗുളിക കൊടുത്ത ഉടനെ തന്നെ അവർ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവരോട് സംസാരിക്കാൻ പോലും ബായിഷാന് സാധിച്ചില്ല. ആനിമേഷൻ കണ്ടതിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ അവർ സോൾ ഹാളിൽ നിന്നുള്ളവരാണ്. ഇനി ഈ സീരീസിൽ അവരെ എന്താണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരിക്കും. അങ്ങനെ മത്സരത്തിന്റെ ദിവസം വന്നെത്തി. യൂണറിന്റെ കൂടെയാണ് യാൺ വരുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ ഹൂജിയയ്ക്ക് സഹിക്കാനാകുന്നില്ല. കാരണം എപ്പോഴും യൂണർ ഹൂജിയയുടെ കൂടെയായിരുന്നു. ഇപ്പോ എപ്പോ നോക്കിയാലും യാണിന്റെ കൂടെയാണ്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് യൂണർ പറയുകയാണ് 5 പേരൊഴികെ എല്ലാവരും ലോ ലെവലിലുള്ള പോരാളികളാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫൈറ്റ് ചെയ്താൽ മതി. ഇത് സാധാരണ ഫൈറ്റ് പോലെ 2 ആളുകൾ തമ്മിലുള്ള ഫൈറ്റ് അല്ല, ഒരു കൂട്ട ഫൈറ്റ് ആണ്. അതിൽ അവസാനം എത്തുന്നവരെയാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുക. അതായത് എല്ലാവരും പുറത്തായി കഴിഞ്ഞ് അവസാനം അവശേഷിക്കുന്നവർ. അതിനിടയ്ക്ക് അതെല്ലാം കണ്ട് സഹിക്കാനാകാതെ ഹൂജിയയും ഫൈറ്റിന് ഇറങ്ങുന്നു. ഹൂജിയ മനഃപൂർവ്വവും പരാജയപ്പെടുന്നത് പോലെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി യൂണർ കളത്തിൽ ഇറങ്ങുന്നു. യൂണറിനെ യാണിൽ നിന്ന് മാറ്റാനുള്ള അവരുടെ അടവായിരുന്നു അത്. ഈ അവസരത്തിൽ ബായിഷാൻ യാണിനെ നേരിടുന്നു. ബായിഷാൻ പറയുകയാണ് നിന്റെ ലക്ഷ്യം എന്തു തന്നെ ആയാലും അത് നടക്കാൻ പോകുന്നില്ല, നിന്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ തകർക്കും, നീ പരാജയപ്പെടാൻ പോവുകയാണ്. യാൺ അതൊന്നും കാര്യമാക്കാതെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ ആ പില്ല് കഴിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, വളരെ ശക്തമായിട്ടായിരുന്നു ബായിഷാൻ ഫൈറ്റ് ചെയ്തത്. കഷ്ടപ്പെട്ടാണ് യാൺ പിടിച്ചു നിൽക്കുന്നത്. അതെല്ലാം കാണുന്ന യൂണർ ഹൂജിയോട് പറയുകയാണ് എന്തോ പന്തികേട് പോലെ ബായിഷാന്റെ ശക്തി നല്ല രീതിയിൽ വർദ്ധിച്ചതുപോലെ തോന്നുന്നു, അതവന്റെ കഠിന പ്രയത്നം കൊണ്ടാണെന്ന് ഹൂജിയ പറയുന്നു. ഈ ഒരു മത്സരത്തിന് വേണ്ടി അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ അത് വിശ്വസിക്കാനാകാതെ യൂണർ യാണിന്റെ സപ്പോർട്ടിന് വേണ്ടി അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഹൂജിയ പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും, ഇനി ഫൈറ്റ് നമ്മൾ തമ്മിലാണ്. യൂണർ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. അവസാനം വേറെ നിവൃത്തിയില്ലാതെ നീ ഇത് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് യൂണർ ഹൂജിയയെ നേരിടുന്നു. 2-3 പ്രാവശ്യം ഹൂജിയയെ യൂണർ ഇടിച്ചു തെറിപ്പിക്കുന്നു. യാൺ പരാജയപ്പെടുന്നതിന് വേണ്ടി അതെല്ലാം സഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഹൂജിയ ഫൈറ്റ് ചെയ്യുന്നു. യാണും ബായിഷാനും തമ്മിലുള്ള ഫൈറ്റ് നോക്കുകയാണെങ്കിൽ യാണും ഒട്ടും പുറകിലല്ല, നല്ല രീതിയിൽ തന്നെ അവൻ ഫൈറ്റ് ചെയ്യുന്നു. വിജയ് ആരാണെന്ന് കാണിക്കുന്നില്ല. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ സീരീസിന് വ്യൂസ് കുറവാണെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യില്ല. ഒന്നില്ലെങ്കിൽ സോൾ ലാൻഡിന്റെ ആനിമേഷൻ അല്ലെങ്കിൽ ലെജൻഡ് ഓഫ് ഫെയ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഞാനിടുന്ന വീഡിയോസ് നേരത്തെ കാണുന്നതിന് വേണ്ടി 2 ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൊരു ആപ്ലിക്കേഷനിൽ പേയ്മെന്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ടാണ് വീഡിയോ കാണുന്നത്. രണ്ടും നിങ്ങൾ
നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.